ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും നമ്മുടെ ഏവേരി തന്നെ ഉണ്ടാ. നമുക്ക് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏവേരിയുടെ ഉള്ളിൽ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിക്കുള്ള ഒരു പോണ്ടാണ് കേട്ടോ. നമുക്ക് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അധികം വലുതായിട്ടല്ല, ഒരു ചെറിയ പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മറ്റേ നൂൽ ചാക്കില്ലേ, ഈ ചാക്ക് മറ്റേ സിമെൻറ്റിൻ്റെ ഇതിൽ മുക്കിയിട്ട് നമ്മൾ സെറ്റാക്കാനാണ് ഉദ്ദേശിക്കണം. കിളികളൊക്കെ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് പറക്കണം. ഇവിടെ ഇരിപ്പുണ്ടല്ലാരും നമ്മളത് ഈ ചെടിയൊക്കെ കുത്തി നശിപ്പിച്ചിട്ടാ. ഇന്ന് 2-3 നേരം വേറെ കൂട്ടിലോട്ട് മാറ്റാനുണ്ട്. ഇനി ഇവിടെ തന്നെ വേറെ കൂട്ടിലോട്ട്. എന്തായാലും നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ മറ്റേ ചാക്ക് സിമെൻറ്റിൽ മുക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചാന്തിൽ മുക്കിയിട്ട് ഇനി ബ്രഷ് വെച്ചൊന്ന് മൊത്തത്തിൽ സെറ്റാക്കണം. ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം സെറ്റായി. നമ്മൾ സിമെൻറ്റൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇതാണ് കേട്ടോ. നമുക്ക് അതിലും വലുതായിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ മോഡലാണ് നമ്മൾ ചെയ്തേക്കണത്. ഇനിയിപ്പോൾ ആ മുകളിലൊരു ചട്ടി വെക്കും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും വെള്ളം ഇതിലോട്ട് വീഴണത്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രെയിലടിക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഇത് പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. ജസ്റ്റ് വെള്ളമൊക്കെ അടിച്ച് വയറൊക്കെ കൊടുത്ത് അപ്പോൾ ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കറക്റ്റാക്കാനുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി പവർ കൂടിയ മോട്ടറാണ്. ഇത്രയും കൂടിയത് ഇതിൽ വേണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം സെറ്റായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അതിൽ ഒഴുകി വീഴുന്നുണ്ട്. ഇനി അവിടെ ഒരു 2-3 കല്ലൊക്കെയും കൂടെ ഒന്ന് വെച്ച് ഇതിൻ്റെ ആഴവും ഇത്തിരി കുറച്ചിടണം. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രെയിലടിച്ച് നോക്കിയതാണ്. ഇതിൽ ആ പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ സെറ്റാവും. നമ്മുടെ കിളികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും നമുക്കിനി ബാക്കി പെയിൻ്റൊക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ പോണ്ടിൻ്റെ പണി ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ വർക്ക് കഴിഞ്ഞിട്ടിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ സൈഡിലൊക്കെ പൊതിമടലാണ് വെച്ചേക്കണം കേട്ടോ. പൊതിമടലും ചിരട്ടയൊക്കെ വെച്ചിട്ടാണ് ആ സൈഡിൽ ആ കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തേക്കണത്. ഇവിടെ ഇപ്പോഴും വെള്ളം ഇതങ്ങനെ അതിലോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ 2-3 കല്ലും കൂടെ വെച്ചതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഗപ്പിനെയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം ഫുള്ള് ഫിനിഷിങ് ആവും. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റണതെന്നും വേറെ എന്തൊക്കെ കിളികൾ ആഡ് ചെയ്യണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ കിളികളൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. അതൊക്കെ എന്താണ് ചെയ്യണതെന്നൊക്കെ നോക്കിയിരിക്കണേന്ന്. കിളികൾ അത്യാവശ്യം പിണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നുണ്ട് വേറെ പുതിയ കിളികളൊക്കെ കൊണ്ടുവന്നതേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.